ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. എല്ലാവർക്കും ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കൊരു പുതിയ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിനെ റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണോ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സണിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ എന്ന് പറയുന്ന സെൽഫ് പേഴ്സൻ്റെ ലൈഫിലേക്ക് എന്ത് വരാൻ പോകുന്നു, എന്താണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു സംഭവം എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഞാനത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു 2-3 ദിവസത്തിന് മുന്നേ ആയിരുന്നു ഫസ്റ്റ് റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത്. ആ ഒരു സമയത്താണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ വന്നൊരു കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല, അത് കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും. സോ അതേ സെയിം കാർഡ് തന്നെയാണ് എനിക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാർഡ് ശ്രദ്ധിച്ചറിയായിരിക്കും. ഒരു എംപറർ, ഭയങ്കര അതോറിറ്റി ഉള്ള ഒരു പവറുള്ള ഒരാൾ തീർച്ചയായിട്ടും കൺഫേം ആയിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ വരുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരുന്ന ഒരു ബ്ലെസ്സിങ്സ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, വരുന്ന കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യാതെ ശരിയായിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം നിങ്ങൾ തന്നെ ഔചിത്യത്തോടെ എടുക്കാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളെന്ന് പറയുന്ന ഒരാൾ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ലൈഫ് ലെസൺ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ സാധിക്കും എന്താണ് ജീവിതത്തിൽ ശരി, എന്താണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളെന്ന്. ഓക്കെ, സോ അതിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു തൊട്ടടുത്തുള്ള ഒരു പാസ്റ്റ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഭയങ്കര സ്റ്റക്കായിട്ട് എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ക്ഷമിച്ചു പോയൊരു സമയമായിപ്പോയി. കഴിഞ്ഞിട്ട് ഇനി നിന്നിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കയറി വരണം എന്ന് തോന്നിയ ഒരു പാസ്റ്റ് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു പ്രസൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ കയറി വന്നിട്ടുണ്ട്, ഭയങ്കര സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കയറി വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് സംതിങ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും വേണം, എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണം, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ ലൈഫിൽ സംതിങ് എന്തെങ്കിലും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു ടൈമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ആ ഒരു പാസ്റ്റിലുള്ള ഒരു വെയിറ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കരിയർ പാത്തായാലും ശരി, മുന്നോട്ടാണെങ്കിലും ശരി, നിങ്ങൾക്കറിയില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിയായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണോ, ഞാനിപ്പോൾ നിൽക്കുന്ന ശരിയായിട്ടുള്ള സിറ്റുവേഷനാണോ, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഞാൻ നിൽക്കുന്ന എൻവിറോൺമെൻറ്റ് ശരിയാണോ, നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു അറിയാത്ത ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് വരുന്നത്, ഇനി നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള കാശ് വരുന്നു, കുത്തി ഒഴുകുന്ന കാശ്, ഫിനാൻഷ്യലായിട്ട് ഒരു ലോട്ടറി അടിച്ചതുപോലത്തെ മാറ്റം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ കാണുന്നുമില്ല. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി ചിന്തിച്ചാൽ തന്നെ അറിയായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ നടന്നതൊക്കെ ഒരു സൈക്കിൾ പോലെയായിരുന്നു. സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അറിയാം എന്താണ് ശരി, എന്താണ് തെറ്റ്, എവിടെയായിരുന്നു ഞാൻ നല്ലത് ചെയ്യേണ്ടിയിരുന്നത്, ഇനി ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നോ കോൺടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ, നിങ്ങളൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ പോലും ഇത് അക്സെപ്റ്റ് ചെയ്താൽ ശരിയായിരിക്കുമോ, ഇതെൻ്റെ ലൈഫിന് നല്ലതാണോ, എൻ്റെ ഫ്യൂച്ചറിന് ഇത് വളരെയധികം നല്ല കാര്യമായിരിക്കുമോ, ഞാൻ പിന്നെയും വിഷമിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുമോ എന്ന് അതിനെ ചിന്തിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്കറിയാം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, കുറേ പേർക്ക് തിരിച്ചു വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സാധ്യത കാണുന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് ഒരു മെച്ചുവേർഡായി, നിങ്ങൾ നിങ്ങളുടെ വില അറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഞാനൊരു പാസ്റ്റ് പ്രസന്റ് ഒരു ഇത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു, നിങ്ങളെന്ന് പറയുന്ന ഒരാൾ എങ്ങനെയായിരുന്നു എന്നുള്ളൊരിത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു മിറാക്കിൾ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്
ഒന്നൊന്നായിട്ട് വരാൻ പോകുന്നു, വരുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിയത് കൊണ്ടാണ്. നിങ്ങൾ ശരിക്കുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് മാറ്റിയത് കൊണ്ടാണ് അങ്ങനെയുള്ള അബണ്ടൻസ് വരുന്നത്. അതിപ്പോൾ അബണ്ടൻസ് വരുന്നത് കൊണ്ട് തന്നെ അതിപ്പോൾ എത്ര ടൈം പീരീഡ് അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ളൊരിതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ഞാൻ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ജോലിക്ക് കരിയർ വൈസ് അങ്ങനെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ, എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ക്വിക്ക്ലി, ഇപ്പോൾ എക്സാമ്പിളിന് നിങ്ങൾ 2 സ്ഥലത്തായിരിക്കാം മേ ബി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു 2 മാറ്റിയിട്ട് അതിൻ്റെ കൗണ്ട് കൂട്ടി 4 ആക്കാൻ നോക്കുക. ഓക്കെ, ഫാസ്റ്റായിട്ട് ചെയ്യുക. അത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് എവിടെന്നെങ്കിലും നമുക്കൊരു ക്ലിക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. മേ ബി നിങ്ങളിപ്പോൾ 4, 8, 10, 16 ഒക്കെ അപ്ലൈ ചെയ്താൽ പോലും നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് അതിനും മെച്ചമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരാനും ചാൻസ് ഉണ്ട്. സോ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കരുത് എന്നാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം നമ്മളും അതുപോലെ തന്നെ ചെയ്യുക, നമ്മളും അതിന് വേണ്ടി കിടന്ന് ഓടുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കരിയർ വൈസ് ആയിക്കോട്ടെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ മാക്സിമം നോക്കുക. സോ നമുക്കിപ്പോൾ യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മളതിന് ആപ്റ്റായിട്ടുള്ള ഒരാളാണോ എന്നല്ലേ അവരാദ്യം നോക്കുക. സോ നിങ്ങൾ ആപ്റ്റായിട്ടുള്ള ഒരാളാണ്, അവൾ അല്ലെങ്കിൽ അവൻ ഇതിൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഇത്രയും കിടന്ന് ഓടുന്നുണ്ട്, സോ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് യൂണിവേഴ്സിന്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സിന് പണമായിക്കോട്ടെ, നിങ്ങൾക്കുള്ള പ്രശസ്തി ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, നിങ്ങൾക്ക് തരുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല, വാരിക്കോരി തരും. എല്ലാ സ്ഥലത്തും മനുഷ്യന്മാരുടെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് റിയലൈസ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഒരു മാനിഫെസ്റ്റേഷൻ, അങ്ങനെ ഒരു അട്രാക്ഷൻ, നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വയ്ക്കുന്നതാണെങ്കിൽ പോലും യൂണിവേഴ്സ് ഒരിക്കലും നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നോക്കത്തില്ല. നമ്മളൊരു കാര്യം അട്രാക്ട് ചെയ്യുന്നത് അവരത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. സെയിം കേസ് അത് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു കരിയറിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ തന്നെ വച്ചുകൊണ്ടിരിക്കാതെ അവനെ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണം, അങ്ങനെയല്ല ചെയ്യാനുള്ളത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾ അതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. കാരണം ഞാനത് കാണുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ കാണുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരുന്നത്. അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നും ഞാൻ അത് തന്നെ കാണുന്നുണ്ട്. അതൊരു റിലേഷൻഷിപ്പ് വൈസ് ആണെന്ന് എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളെ കുറച്ചും കൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല വഴി പറഞ്ഞു തരാൻ, നിങ്ങളെ കറക്റ്റ് ഒരു ഗൈഡൻസ് തരാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് തികച്ചും വളരെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഓൾറെഡി ആ ഒരു വ്യക്തിയുടെ വരവും കൂടി ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നതാണ്. നിങ്ങളുടെ ഫെമിനിൻ എനർജി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്നത് പോലെ കാണുന്നുണ്ട്. ചിലവർക്ക് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ മാനേജ്, നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ ബോൾഡ് ആണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, വേറെ കുറച്ച് കാര്യങ്ങളായിക്കോട്ടെ, മാനേജ് ചെയ്യാൻ അറിയാത്ത കുറച്ച് വ്യക്തികളെ ഞാൻ കാണുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തിയുടെ വരവോട് തന്നെ നിങ്ങൾ പല കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ ജീവിക്കും. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളായിട്ട് ഇറങ്ങിയാലേ സാധിക്കത്തുള്ളൂ. സോ അത് നിങ്ങൾ എടുക്കേണ്ട ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങളത് എടുക്കുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് എനിക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ സംതിങ് എനിക്ക് പറയാനുള്ളൊരു കാര്യമായിട്ട് തോന്നിയത്. അതാണ് ഞാനൊന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് വൈസ് അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഏഞ്ചൽ മെസ്സേജാണ് നോക്കാം. ഏഞ്ചൽസിന് എന്ത് മെസ്സേജാണ്? ഓക്കെ, ഏഞ്ചൽസിനോട് ചോദിക്കുക. ഏഞ്ചൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കാര്യം എടുക്കാം. ഓക്കെ, ഒരു കാര്യം കൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. കാർഡ്സൊന്നും വരുന്നില്ല കേട്ടോ, ലേറ്റുള്ള കാർഡ്. എന്തെങ്കിലും നല്ല മെസ്സേജ്, 1-2 കാർഡ്സ് ഫ്ലിപ്പായിട്ട് എടുക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഓക്കെ, സോ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ് നമ്മൾ നോക്കാം കേട്ടോ, മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്. ഇതിൽ എത്ര പേര് യോഗ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടുത്തെ ഒരു ഏഞ്ചൽ മെസ്സേജ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. ഇത് പക്ക ഏഞ്ചൽസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങൾ കുറേ പേർക്ക് ഇപ്പോഴും ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് ഓപ്പണായി നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് തരുന്ന ഇൻറ്റ്യൂഷനൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓപ്പൺ ആവണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ മെഡിറ്റേഷൻ ചെയ്യാതെ തന്നെ കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നെങ്കിൽ പോലും വളരെ ക്ലിയർ കട്ടായിട്ട് ഫാസ്റ്റായിട്ട് ഇൻറ്റ്യൂഷൻ ലഭിക്കാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയ സമയത്താണ് എനിക്ക് ഇൻറ്റ്യൂഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുമായിരുന്നു. ഓക്കെ, ഫാസ്റ്റായിട്ട് എനിക്ക് ഇൻറ്റ്യൂഷൻ ലഭിക്കുമായിരുന്നു. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഈ പറയുന്ന പോലെ ഈസി പ്രോസസ്സൊന്നുമല്ല, ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വൺസ് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വഴിയുണ്ട്. ഇപ്പോൾ ഒരുപാട് പോയി പഠിക്കാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, ഒരാളുടെ ഗൈഡൻസ് എടുത്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് സോഴ്സ് ഉണ്ടല്ലോ. സോ നിങ്ങൾ നന്നായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നത്, ഇൻക്യൂട്ടിൽ നിൽക്കുന്നത്, നമ്മൾ അവരുടെ തന്നെ ഒരു ഇതായിട്ട് നിൽക്കുന്നത്, അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഓക്കെ, സോ നിങ്ങളൊരു ഇൻറ്റ്യൂഷൻ മാക്സിമം കിട്ടാൻ നോക്കുക. അതുപോലെ തന്നെ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിലും ക്ലാരിറ്റിയും കിട്ടുന്നതാണ്. സെയിം വൈസ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.